ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയുള്ള ജിയോഡ് കേക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. സാധാരണ ഇങ്ങനത്തെ കേക്കുകൾ ഐസോമോൾട്ട് വെച്ചാണ് ചെയ്യുന്നത്. ഈ ഐസോമോൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല. അപ്പോൾ അത് മാത്രമല്ല, അതിനെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ കേക്ക് ഉണ്ടല്ലോ, ഒത്തിരി സിമ്പിളായിട്ട് ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ കേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ കേക്ക് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐസ് ബാരൽ കേക്കിനൊക്കെ വേണ്ടിയിട്ട് ഈ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജെലാറ്റിൻ ഐസ് ക്യൂബ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കുക. അതിൽ എടുത്തേക്കുന്ന അതേ മെഷർമെൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ജെലറ്റിൻ വെച്ചാണ് നമ്മൾ ഈ ജിയോഡ് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 15 ഗ്രാം ക്ലിയർ ജെലറ്റിൻ, അതിൽ ഒരു 45 ഗ്രാം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു പാനിൽ 200 ഗ്രാം, എല്ലാം ഗ്രാം മെഷർമെൻറ്റിലാണ്, 200 ഗ്രാം വെള്ളം എടുക്കുക. അതിൽ 100 ഗ്രാം ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അത് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജെലറ്റിൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് ബബിളൊക്കെ ആയി ഒന്ന് തിളയ്ക്കുന്ന രൂപമാകുമ്പോൾ ഗ്യാസിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഞാനിവിടെ 4 ചെറിയ ബൗളിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് ബൗളിൽ ഡിഫറെൻറ്റ് കളർ ഗ്രേഡിങ്ങിൽ ഞാൻ ഇതിൻ്റെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് സെറ്റ് ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്കിനെ ഫുള്ള് ലെയർ ചെയ്ത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കും അത് ആ സമയം കൊണ്ട് ഐസിങ് കഴിഞ്ഞു. പിന്നെ ഒരു ക്രം കോട്ടിങ്ങും ഒക്കെ ഒന്ന് കൊടുത്ത് നമുക്കതിനെ ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് മിക്കവാറും ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളുടെ ഈ ജെലറ്റിൻ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഈ ജെലറ്റിൻ വെക്കേണ്ടത് ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഒരു 4-5 മണിക്കൂർ മുന്നേ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിനെ ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഈ കേക്കിൽ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ ഈ കേക്കിനെ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഒരു ചെറിയ നൈഫ് എടുത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ എനിക്ക് ആവശ്യമുള്ള രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഒന്നുകൂടി ആ ഉണ്ടാക്കിയെടുത്ത സ്പേസിൽ കുറച്ചുകൂടി ക്രീമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുക്കുന്നു. അതിൻ്റെ ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഫൈനൽ കോട്ടിങ്ങും കൊടുത്ത് നല്ല സ്ക്രേപ്പർ കൊണ്ട് അതിനെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് നമ്മൾ ഈ ക്യാവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ക്യാവിറ്റിയിലൊക്കെ വന്നേക്കുന്ന എക്സ്ട്രാ ക്രീമൊക്കെ ഒന്നുകൂടെ എടുത്ത് മാറ്റിക്കളയുക. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഡിസൈനിന് മാച്ച് ചെയ്യാനായിട്ട് ചെറിയൊരു മാർബിൾ എഫക്റ്റൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് കുറച്ച് ബ്ലൂ ക്രീം അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും ഇതിനെ ഒന്ന് സ്ക്രേപ്പർ കൊണ്ട് സ്ക്രേപ്പ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു കളർ ഷെയ്ഡ് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് നമ്മുടെ ഈ ക്യാവിറ്റിയിൽ നമ്മുടെ ക്രിസ്റ്റൽസ് അടുക്കി വെക്കേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ജെലറ്റിൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ജെലറ്റിനെ എടുത്ത് ഇതുപോലെ നമ്മുടെ നൈഫ് കൊണ്ട് വെറുതെ ഒന്ന് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പോറിയെടുത്താൽ നമുക്ക് ഇറഗുലർ ഷേപ്പിലായിട്ടുള്ള കുറേ ക്രിസ്റ്റൽസ് പോലെ കിട്ടും. അത് ഒത്തിരി ഹാർഡും അല്ല ഒത്തിരി സോഫ്റ്റും അല്ലാത്ത രീതിയിലാണ്. അത് വെറുതെ പുറത്തിരുന്നാൽ അത് മെൽറ്റായി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തു. അപ്പം 3-4 ഷെയ്ഡ് എനിക്ക് കിട്ടിയല്ലോ. ഇനി നമുക്കിത് ഓരോന്നും ഈ ക്യാവിറ്റിയിലേക്ക് അടുക്കി വെക്കാം. അപ്പോൾ മിഡിലായിട്ട് നമ്മൾ ഡാർക്ക് കളറാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ പോലെ സ്പാറ്റുലയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് അത്രയും ഈസി ആയിട്ട് പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് 2 ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടങ്ങ് മറ്റേ ടൂത്ത് പിക്ക് വെച്ച് എടുക്കുക. അങ്ങനെയൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഫോർക്ക് കൊണ്ടാണോ സ്പൂൺ കൊണ്ടാണോ പിന്നെ അതുപോലെ ടൂത്ത് പിക്ക് കൊണ്ടാണോ അതിനെ അവിടെ വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ പതുക്കെ, അത് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് പതുക്കെ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നു. അപ്പോൾ ഈ ക്രീമിലേക്ക് ഇത് ഓൾറെഡി സ്റ്റിക്ക് ആയിക്കൊള്ളും. നമ്മൾ വേറെ അതിനുവേണ്ടി പ്രത്യേകിച്ച് എഡിബിൾ ഗ്ലൂവോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ക്രീമിലേക്ക് ഇത് ഓൾറെഡി അങ്ങ് സെറ്റ് ആയിക്കോളും.
അങ്ങനെ നടുക്ക് ഡാർക്ക് കളറ്, അതിൻ്റെ പുറത്തേക്ക് ലൈറ്റർ കളറ് വെച്ച് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ആ ജിയോഡ് ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നു. ഈ ജിയോഡ് കേക്കുകൾ ഒരു കാലത്തൊക്കെ ഒത്തിരി ട്രെൻഡായിരുന്നു. ഇപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒത്തിരി എളുപ്പത്തിൽ, ഇത് നല്ല എളുപ്പമല്ലേ, അധികം ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് കളർ കോമ്പിനേഷൻസ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ബർത്ത്ഡേക്കും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് അധികം ഒന്നും കഷ്ടപ്പെടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്റ്റൽസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിനെയൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ പെയിൻറ് ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാണ്. അപ്പം അതും എഡ്ജിലൂടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിതൊരു സെൽഫ് ഡിസൈനായിട്ട് നമ്മുടെ ബ്രഷ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വീശി കൊടുത്തു. അപ്പോഴത്തേക്കും ബാക്കിയുണ്ടായിരുന്ന ക്രീമും ബാക്കിയുണ്ടായിരുന്ന ആ ഗോൾഡൻ പെയിൻറ്റും കൂടെ നല്ല ഒരു ഡിസൈൻ ആ കേക്കിന് കൊടുത്തു. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ സൂപ്പർ ഈസി ജിയോഡ് കേക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കും ഈ കേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അധികം എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേക്ക് കിട്ടി. അങ്ങനെ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.